എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ശാലിനിക്ക് സത്യഭാമ സ്നേഹത്തോടെ ചായയും പഴംപൊരിയും ഒക്കെ കൊടുക്കുന്ന സീനുകളാണ്. അതൊക്കെ കണ്ട് നമ്മുടെ രാഘവൻ നായരും പൊന്നിയും വിഷ്ണു ഒക്കെ സന്തോഷിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും തനിച്ച് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഭയങ്കരമായ സ്നേഹപ്രകടനങ്ങളൊക്കെ സത്യഭാമയിൽ നിന്നുണ്ടാകുന്നു. അതെല്ലാം അത്ഭുതത്തോടെ നോക്കി കാണുകയാണ് നമ്മുടെ ശാലിനി. പിന്നീട് കാണിക്കുന്ന നമ്മുടെ രോഹിത്തിനെയും ശ്യാമയാണ്. അവർ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഗുണ്ടകളും സുസ്മിതയും ഉപേന്ദ്രനും ഉണ്ട്. അപ്പോൾ അവരിവരെ ഉപദ്രവിക്കുകയും പ്രശ്നമാക്കുകയൊക്കെ ചെയ്യുന്നു. ആ സ്വത്തുക്കളെല്ലാം തിരിച്ചെഴുതി തരാം സുസ്മിതയും ഉപേന്ദ്രനും പറയുന്നു, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടത്തില്ല എന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരെ ഒരു റൂമിൽ കൊണ്ടുപോയിടുകയാണ്. അതിനുശേഷം ഉപേന്ദ്രനും സുസ്മിത അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ശാരദ വീടാണ്. അവരെല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്കും ഫുഡ് കൊടുക്കുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം അവരൊക്കെ എഴുന്നേറ്റ് പോകുന്നു. ആ സമയത്ത് ശാലിനി അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ശാലിനി അമ്മയോട് പറയുന്നു, അമ്മ ഇന്നൊരു സംഭവം ഉണ്ടായെന്ന് പറയുന്നു. അങ്ങനെ സത്യഭാമ തനിക്ക് ചായ തന്ന കാര്യം, തന്നോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ അവരോട് പറയുകയാണ്. അപ്പം നമ്മുടെ ഗോപാലൻ പറയും, അയ്യോ അവിടെ സ്നേഹത്തിലൊന്നും വിശ്വസിക്കരുത്, അതെല്ലാം അവരുടെ ഓരോ ഇതാണ്, അതുകൊണ്ട് അതിൽ ചെന്ന് ചാടരുത്, മകളെ ചുമ്മാ അവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കരുതെന്നൊക്കെ ശാരദയോട് പറയും. നോക്കിയും കണ്ടൊക്കെ നിൽക്കാൻ പറയും. അപ്പോൾ ശാരദ പറയല്ല, സത്യഭാമയ്ക്ക് മനംമാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഇത്രയൊക്കെ ആയില്ലേ, ഇനി വഴക്കും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്തത്. അതിൽ ചിലപ്പോൾ വേറെ ഒന്നും ഉണ്ടാകത്തില്ല, ശാലിനിയോട് ചിലപ്പോൾ ഇഷ്ടം തോന്നിയിട്ടുണ്ടാകും, അതുകൊണ്ടാണല്ലോ അവർ അങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള രീതിയിൽ ശാരദ പറയും. അപ്പം ഗോപാലനാണെങ്കിൽ ഒട്ടും സമ്മതിക്കത്തില്ല. ആ സമയത്ത് ശാലിനിക്കൊരു ഫോൺ വരുന്ന സമയത്ത് ശാലിനിയുടെ കൂടെയുള്ള ഡ്രൈവർ 2 മാസത്തേക്ക് ലീവാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിന് പകരം ടെമ്പററി ആയിട്ട് ആൾക്കാരെ ഡ്രൈവറായിട്ട് നിയോഗിക്കുന്നതിനുള്ള നിയമനമൊക്കെ നടക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം ആണെങ്കിൽ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ ഉദ്ഘാടനത്തിന് പോകാനുണ്ട്. അങ്ങനെ അവർ പിറ്റേ ദിവസം ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടി റെഡിയായി അങ്ങനെ പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ശാലിനിയുടെ ചേച്ചിയെ കണ്ടുമുട്ടത്. ശാലിനി ചേച്ചി ഒരു രാജീവ് എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷേ അന്നത്തെ ക്യാരക്ടറിലാണ് ഇന്നത്തെ ആളായിട്ട് വരുന്നത്. അങ്ങനെ പുള്ളിക്കാരെ കാണുമ്പോൾ ശാലിനി പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. അന്നേരമാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ ആ പുള്ളിക്കാരി ഓടി വരിക. അപ്പോൾ രാജീവിനെ അവളെ ഉപേക്ഷിക്കുന്നത്, അതിനുവേണ്ടി അവരെ കുടുംബക്കാരെല്ലാം കൊണ്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇട്ടാണ്. അങ്ങനെ ശാലിനിയെ ചെന്ന് കെട്ടിപ്പിടിച്ചതിന് ശേഷം ശാലിനി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം അവൾ പറയുന്നത്, എന്നെ മെൻ്റലി ഞാൻ സൈക്കാട്രി പേഷ്യൻ്റാണെന്ന് അവർ തെറ്റിദ്ധരിപ്പിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്, എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെ ശാലിനിക്ക് അത് കാണുമ്പോൾ ഭയങ്കര വിഷമമാകുന്നു. അങ്ങനെ ശാലിനി തൻ്റെ ചേച്ചിയും കൂട്ടി കുടുംബശ്രീ ശാരദ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കാണുമ്പോൾ ശാരദയാണെങ്കിൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കും തൻ്റെ മകളെ. ഒരുപാട് സങ്കടം ഉള്ളിൽ ഒതുക്കിയാണ് അവർ ജീവിക്കുന്നത്. എങ്കിലും എല്ലാം കലങ്ങി തെളിഞ്ഞ് വരുവാണല്ലോ എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.